പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. 1 യോഹന്നാൻ 3:21. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ അപ്പോൾ ആരാണ് നമ്മെ കുറ്റപ്പെടുത്തുന്നത്? യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സാക്ഷി തന്നെയാണ് നമ്മെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ പിശാചും അതേ ജോലി തന്നെ ചെയ്യും. നമുക്ക് കുറ്റമില്ലാത്തപ്പോഴും നമ്മെ കുറ്റക്കാരായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നാം സ്നേഹത്തിലാണോ എന്നുള്ളതാണ്. പരസ്പരം സ്നേഹിക്കുക, ദൈവത്തെ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുക എന്നതിലാണ് നമ്മുടെ ഹൃദയവുമായിട്ടുള്ള ബന്ധം. അത് ഹൃദയത്തിന് തിരിച്ചറിയുവാൻ സാധിക്കും. നാം സ്നേഹത്തിലാണോ, സഹോദരനോട് സ്നേഹത്തിലാണോ, സഹോദരനോട് ഐക്യത്തിലാണോ, ദൈവത്തോട് ഐക്യത്തിലാണോ എന്നെല്ലാം നമ്മുടെ ഹൃദയത്തിന് വിവേചിച്ചറിയുവാൻ സാധിക്കും. തിരുവചനം പറയുകയാണ്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഓരോ കൽപ്പനകളുടെയും ലംഘനമാണ് ദൈവത്തിൽ നിന്ന് അകറ്റുന്നത്, മനുഷ്യരിൽ നിന്ന് അകറ്റുന്നത്. നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയുമ്പോൾ അത് എപ്പോഴും മറ്റുള്ളവരിലേക്ക് തുറന്നിരിക്കും, അത് അടഞ്ഞിരിക്കുകയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ലൗകിക സമ്പത്തുണ്ടായിരിക്കെ ഒരുവൻ തൻ്റെ സഹോദരനെ സഹായം അർഹിക്കുന്നവനായി കണ്ടിട്ടും അവനെതിരെ ഹൃദയം അടയ്ക്കുന്നെങ്കിൽ അവനിൽ ദൈവസ്നേഹം എങ്ങനെ കുടികൊള്ളും എന്ന് തിരുവചനം ചോദിക്കുകയാണ്. ദൈവസ്നേഹം കുടികൊള്ളുവാനായിട്ടുള്ള വലിയ ഒരു തടസ്സമാണ് സഹോദരനെതിരെ ഹൃദയം അടയ്ക്കുക എന്നുള്ളത്. വാക്കുകൾ എത്ര വാചാലമാണെങ്കിലും, എത്ര മാധുര്യമുള്ളതാണെങ്കിലും, നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ സ്നേഹമില്ലെങ്കിൽ, ഹൃദയത്തിൽ ദൈവത്തിന് സ്നേഹമില്ലെങ്കിൽ, ഹൃദയത്തിൽ സഹോദരൻ്റെ കണ്ണുനീര് കണ്ടുകൊണ്ട് തുറക്കുവാൻ സാധിക്കുന്ന ഒരു കഠിന ഹൃദയമാണെങ്കിൽ, തുറക്കുവാൻ സാധിക്കാത്ത ഒരു കഠിന ഹൃദയമാണെങ്കിൽ ആ ഹൃദയം എപ്പോഴും നമുക്കൊരു ഭാരമായിട്ട് മാറും, നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറും. അത് നമ്മെ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്തിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രാർത്ഥനയിലുള്ള വിശ്വാസം, പ്രാർത്ഥനയിൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നതിൻ്റെ അനുഭവം കുറഞ്ഞിരിക്കും എന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്. 22-ാമത്തെ തിരുവചനം പറയുകയാണ്, നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും, കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടാകുമ്പോൾ, ഹൃദയത്തിൽ സ്നേഹമുണ്ടാകുമ്പോൾ, ആ സ്നേഹം പ്രവൃത്തിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവൻ്റെ കൽപ്പന. അവൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ വസിക്കുന്നവരുടെ കാര്യമാണ് തിരുവചനം പറയുന്നത്. കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല
നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ്. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സ്നേഹമുള്ളവരെ, സ്നേഹത്തിൽ വളരുവാൻ, സ്നേഹത്തിൽ ജീവിക്കുവാൻ, അങ്ങനെ നമ്മുടെ ഹൃദയം നമുക്ക് വേണ്ടി വാദിക്കുവാൻ, നമ്മോടൊത്ത് മധ്യസ്ഥം അപേക്ഷിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.